GHFിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു മോൺസ്റ്റർ ടാങ്ക് ഉണ്ട്, നമുക്കൊരു മോൺസ്റ്റർ ഫിഷും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരത്തെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ മോൺസ്റ്റർ ടാങ്കും അതേപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ ഫിഷിനെയും കൂടി കാണിച്ചു തരാം. ഒറ്റൊരാളേ ഉള്ളൂ, അടിപൊളിയായിട്ട് ആൾ സ്വൈര്യമായിട്ട് വിഹരിച്ച് നടക്കുന്ന ഒരു ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മോൺസ്റ്റർ ടാങ്ക് കാണുക, അത് ക്ലീൻ ചെയ്യാനുള്ള ടൈം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഫിഷിനെ വീണ്ടും റിലീസ് ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ നമ്മൾ ഇൻട്രോ പറഞ്ഞ സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിരുന്ന ഒരു ബൊഗൈൻവില്ലയാണ്. ഇപ്പോൾ ബൊഗൈൻവില്ലകളൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന സമയമാണ്. ധാരാളം ആൾക്കാർ ഇപ്പോൾ ബൊഗൈൻവില്ല അഡിക്റ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഓരോ സമയത്ത് ഓരോ ട്രെൻഡാണ്. ഇപ്പോൾ ബൊഗൈൻവില്ലയാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരേ തണ്ടിൽ തന്നെ ഇതുണ്ടല്ലേ ഒരു കളറ്, അതേപോലെ തന്നെ വൈറ്റിൻ്റെ ഒരു കളറുമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന പൂക്കൾ കൊലകൾക്കാണ് മിക്സ് വരില്ല, പക്ഷേ കൊലകൾ ഓരോ കളറായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബൊഗൈൻവില്ലകൾ അടിപൊളിയായിട്ട് പൂക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് കാണുന്നതിൽ പൂക്കൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിലൊരിക്കൽ വീതം കടലപ്പിണ്ണാക്ക് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തും വെച്ച് ലിക്വിഡ് ഫോർമാറ്റിൽ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അടിപൊളിയായിട്ട് പൂത്തോളും കേട്ടോ. പിന്നെ ഈ കടലപ്പിണ്ണാക്കിൻ്റെയും വിലയും കാര്യങ്ങളും പറഞ്ഞ് ബഹളം വയ്ക്കേണ്ട, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. യാതൊരുവിധ പ്രയാസമില്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യിപ്പിച്ചെടുക്കാൻ സാധ്യമാകും. നമുക്ക് നേരെ മോൺസ്റ്റർ ടാങ്ക് കാണാം ഇനി. അപ്പോൾ ഇതാണ് നമ്മുടെ മോൺസ്റ്റർ ടാങ്ക്. ഇതൊരു അക്വേറിയമാണ് ശരിക്കും. അപ്പോൾ ഇതിലാണ് നമ്മൾ ആ ഒരു ഫിഷിനെ ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്തിരിക്കുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാല് കയറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ടാങ്കിൽ അടിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് പെട്ടെന്ന് തന്നെ അത് അഴുക്കാവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മീനെ കണ്ടോ ഇതുവരെ? ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. നമുക്കത് നോക്കാം. ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് പോകുന്നത് കണ്ടോ? ഇതിനകത്ത് ആളുണ്ട് കേട്ടോ. ടോപ്പ് ഇപ്പോൾ എടുത്തതിനെ മാറി പാത്ത് നിൽക്കുക. നമുക്കിത് എല്ലാം ഓഫ് ചെയ്ത് വെച്ച് വെള്ളം പറ്റിക്കാനുള്ള പരിപാടി നോക്കാം. അതാ അങ്ങനെ ചെകിള എടുക്കുന്നത്, അതായത് ശ്വാസം എടുക്കുന്നത് ചെകിള വെച്ച്. അപ്പോൾ ഇതാരാ നമ്മുടെ ബ്ലാക്ക് ഇല്ല, ഇതെന്തോന്ന് ഇതിനെന്തോ പറയുന്നത്? മോൺസ്റ്ററോ? ആരാപ്പോ? മോൺസ്റ്റർ ബ്ലാക്കിയോ? ഓക്കെ, നമുക്ക് അഴിച്ചു വിട്ടാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ മോൺസ്റ്റർ ഫിഷ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളർത്തുന്നത് ഓസ്കാറാണ്. നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് ഫീമെയിലാണ് കേട്ടോ, സിംഗിൾ പീസാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊറ്റയ്ക്ക് നമ്മൾ വാങ്ങിച്ച കാലം തൊട്ട് ഇത് ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് തന്നെ മറ്റൊന്നതിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അറ്റാക്കാണ്. അതുപോലെ ഇത്രയും നല്ല സൈസുള്ള ഹെവി സൈസിലുള്ള ഒരു മെയിലിനെ കിട്ടണമെങ്കിൽ മാത്രമേ ഇത് ഒന്നിച്ച് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് ഇതുവരെ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഇതുവരെ അങ്ങനത്തെ വലിയൊരെണ്ണം നമുക്ക് സെറ്റായില്ല. അതല്ലേ ഇവള് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനൊക്കെ വരും കേട്ടോ. ഇതെല്ലാം ഗ്ലാസ് തട്ടിക്കഴിഞ്ഞാൽ ചാടി വരും. ഇപ്പോൾ അത് വെള്ളം മാറിയതിൻ്റെ പേടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എന്നാലും വലിയ ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ ഈ വട്ടം വെള്ളം മാറി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അപ്പൂസ് കൈയിട്ട് തട്ടാങ്കിൽ ഇവന് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആൾ ചാടി വരും കേട്ടോ. മറ്റേ പട്ടിയൊക്കെ കടിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ ചാടി നിൽക്കും. ഇതിന് ഇട്ടിരിക്കുന്ന പേര് ബ്ലാക്കി എന്നാണ്. ബ്ലാക്കി എന്നുള്ള പേര് അപ്പം വിളിച്ചു കഴിഞ്ഞാൽ വരും. കാരണം അപ്പനുമായിട്ട് എപ്പോഴും കമ്പനി. കാരണം ഫുഡ് കൊടുക്കുന്നത്, പിന്നെ ലൈവായിട്ട് ഫുഡ് കൊടുക്കുന്നത്. ഓസ്കാറിൻ്റെ കളറ് ഓസ്കാർ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നല്ല രീതിയിൽ കളർ എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ, ഇത് നല്ല രീതിയിൽ കളറുണ്ട്. പക്ഷേ ഹെഡിലെ കളറ് വൈറ്റ് ആയിട്ടുണ്ട്. അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന് പ്രായം, പിന്നെ ഇപ്പം വെള്ളം ചേഞ്ച് ചെയ്തപ്പോൾ അത് പേടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളറിലോട്ട് മാറിയിരിക്കുന്നത്. അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച് നോക്കുക ഇതുവരെ, കാരണം ആൾ വന്നില്ല ഇതുവരെ. നല്ല രീതിയിൽ നമുക്ക് മോൺസ്റ്റർ ഫിഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെറിയൊരു സെറ്റപ്പിൽ വളർത്താൻ പറ്റുന്ന ഒരു ഫിഷ് തന്നെയാണ് ഓസ്കാർ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഇണങ്ങുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് എടുക്കുന്ന രീതിയിൽ നമുക്ക് ഇവ വളർത്തിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ കളർ കിട്ടാൻ വേണ്ടി ലൈവ് ഫീഡുകൾ കൂടി കൊടുക്കുക. ചെറുമീനുകളോ അതിനു വേണ്ടി നമുക്ക് മിക്സഡ് ഗപ്പികളൊക്കെ വളർത്താം. അല്ലെങ്കിൽ നമുക്ക് ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ചെറിയ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്താലും നല്ല രീതിയിൽ ഇവ കളർ വയ്ക്കുന്നതാണ്. ഇതുപോലത്തെ ഒരു
ആണോ? ഇവൻ്റെ ഉദ്ദേശമാണെന്ന രീതി ആ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജമ്പ് ചെയ്ത് വരുന്ന സെറ്റപ്പ് ഒന്ന് കാണിക്കുകയാണ്. ഇതൊന്ന് ശരിയായിട്ട് ഇതിൻ്റെ പേടിയെല്ലാം ഒന്ന് മാറി വെള്ളത്തിൻ്റെ ഇത് മാറ്റിയപ്പോഴുള്ള ആ പേടിയൊക്കെ ഒന്ന് മാറിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സീൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രായം പറഞ്ഞില്ലല്ലോ അല്ലേ, ഇതിന് ഏകദേശം 4 വയസ്സോളം പ്രായമുണ്ട്, ഇപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലൈഫ് സ്പാനൊക്കെ എത്ര എന്നുള്ളതൊന്നും നമുക്ക് വലിയ പിടുത്തില്ല. മെയിലും ഫീമെയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് ഒരു അത്യാവശ്യം വലിപ്പം എത്തിക്കഴിഞ്ഞാൽ. കണ്ടോ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നുണ്ടോ? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഗ്ലാസ് തട്ടി കഴിയുമ്പോൾ അവൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചാടി വരുമെന്നല്ലേ. ഇവനെ പ്രത്യേകിച്ച് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ ഫേസ് അടുപ്പിച്ച് കഴിഞ്ഞാൽ അത് ചാടി വരും കേട്ടോ ആദ്യം. കണ്ടോ നമ്മളുമായിട്ട് എല്ലാം നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പേടിച്ചോ? ഇപ്പൊ ഗ്ലാസ്സിൽ തട്ടിയിട്ടൊന്നും വരുന്നില്ല, പക്ഷെ പുക അടിച്ച് പൊട്ടിച്ചാലാ അവളുടെ പേടി അങ്ങ് പോകുന്നത്. നിന്റെ അപ്പൂസേ, അപ്പോൾ അപ്പച്ചൻ പുതിയ ആടിനെ കൊണ്ടുവന്ന വീഡിയോ കാണിച്ചല്ലോ എൻ്റെ കൂട്ടത്തിൽ കേസ്. അപ്പോൾ നമ്മൾ വന്നിട്ടില്ല ഫാമിലേക്ക് പുതിയൊരു ആടിനെ കൊണ്ടുവന്നു. ഫാമിൽ നിർത്താൻ വേണ്ടിയുള്ള അല്ല, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സെയിലിന് വേണ്ടി ഈസ്റ്ററിൻ്റെ സെയിലിന് വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ നമ്മൾ ആ ആടിനെ കൊണ്ടുവന്ന് ചെറിയൊരു ഷോട്ടുണ്ട്, അതുകൂടി ഒന്ന് നിങ്ങൾ കണ്ടിട്ടോ കാണിക്കാം. ഓക്കെ. ആടിനെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്, ആട് അതിപ്പോ വരും. എല്ലാവരും കാത്ത് പോയി നിന്നാൽ ആട് പെട്ടെന്ന് അയച്ചുവിട്ട് വരും നമ്മളെ. ഓക്കെ, അപ്പോൾ ആടിനെ കാണിച്ചാലോ? ആവാ. ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഇങ്ങ് വാടാ. ഇതാണ് പുതിയ ആട്. കുട്ടി നിനക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ, 2 വയസ്സായിട്ടില്ല പെങ്ങളുക്കുട്ടി. ഇതിനെ ഇനി എന്തോ ചെയ്യും? ഇവിടെ കെട്ടത്തേ ഉള്ളൂ. അല്ല കൂട്ട ഇട്ടാ പോലെ. ഇത് കണ്ടോ ഇന്നേ? ഇതിനെ കണ്ടോ? എങ്ങനെയുണ്ട്? വെള്ളച്ചി നോക്കാൻ ഓട്ടം കണ്ടോ? വെള്ളച്ചി നോക്കുന്നുണ്ടോ? കണ്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ട ആടിനെ എവിടെ പോ? വെള്ളച്ചിക്ക് തീറ്റ വേണം. തീറ്റ വേണോ? ഞാൻ കൊടുക്കണ്ടേ? ഓ ശരി ശരി. ഇതാണ്ട് ബംഗ്ല. അവിടെ ഉണ്ടോ? അത് ബംഗ്ല, ഇത് കറുത്താട്, ഇത് വെള്ളച്ചി, അത് കാത്തു. പക്ഷെ എൻ്റെ പേരെന്തുവാ? എൻ്റെ പേരെന്തുവാ? പക്ഷെ എൻ്റെ ആ വൈച്ചാൻ അതിൻ്റെ പേരെന്തുവാ? ലൂസി. ലൂസി ഉണ്ട്. പെങ്ങളെ വെള്ളച്ചി, നിങ്ങൾക്ക് എന്നെ എപ്പോഴേ പേടിയാ. നിങ്ങൾക്ക് ആണോ? ഞാൻ തിരിച്ചിട്ട് കൊടുത്താലും ഒന്നും അത് കഴിക്കത്തില്ല.